സാധ്യത നിയമസഭാ സമ്മേളനം തുടരുന്നുണ്ട്. ഇന്ന് പ്രധാനമായും എന്തൊക്കെ വിഷയങ്ങളാകും പ്രതിപക്ഷം സഭയിൽ ഉന്നയിക്കുക? അപ്പോൾ മറ്റ് പ്രധാന വാർത്തകൾ എന്തൊക്കെയാണ്? ദിവ്യ, നിയമസഭാ സമ്മേളനം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് താൽക്കാലികമായി നിയമസഭാ സമ്മേളനം അവസാനിപ്പിച്ച് പിന്നീട് മാർച്ച് 3-നാണ് നിയമസഭ ചേരുക. അന്നായിരിക്കും ഏറ്റവും സുപ്രധാനമായ സർവകലാശാല ഈ ബില്ല് നിയമമാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് കടക്കുക. ഇന്ന് നിയമസഭയിൽ പ്രധാനമായും ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ച വിഷയം പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയമായി കൊണ്ടുവരാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചാലും ഈ വിഷയത്തിൽ ഒരു വ്യക്തത വരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം ഉത്തരവായി തന്നെ ന്യൂനപക്ഷ സ്കോളർഷിപ്പ് വെട്ടിക്കുറച്ചിരുന്നു. പക്ഷേ അത് ഇല്ല എന്ന തരത്തിലാണ് പലപ്പോഴും ധനമന്ത്രിയും ന്യൂനപക്ഷകാര്യ മന്ത്രിയും എല്ലാം തന്നെ പറഞ്ഞത്. പക്ഷേ അതിൽ ഒരു വ്യക്തതയോടുകൂടി ഇന്ന് മന്ത്രിക്ക് സംസാരിക്കേണ്ടി വരും എന്നുള്ളതാണ്. ഇതുകൂടാതെ ഈ വയോജന കമ്മീഷൻ ബില്ലും സഭയിൽ അവതരിപ്പിക്കും. ഇത് സംബന്ധിച്ച ചർച്ചകളും ഉണ്ടാകും. ഏറ്റവും പ്രധാനപ്പെട്ട ഈ വയോജനങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഒരു ബില്ലാണ് ഈ വയോജന കമ്മീഷൻ നിലവിൽ വരിക എന്നുള്ളത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഉണ്ടാകും.